നമസ്കാരം. പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം. PR വിവാദമടക്കം കത്തി നിൽക്കുന്ന സാഹചര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുന്നു. നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. കളമൊരുക്കുന്ന നിലയാണുള്ളത്. ലോകം വലിയ തോതിൽ ഇതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് ഇസ്രയേലിനോടും മറ്റും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും പാലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിനും മനുഷ്യക്കുരുതിക്കും വലിയ പിന്തുണയാണ് നൽകി വരുന്നത്. ഇവിടെ ഇത്തരമൊരു ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടത് സംഘർഷ മേഖലയിൽ ജീവിക്കുന്ന പ്രവാസി മലയാളികളുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും നോർക്ക റൂൾസിൻ്റെയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്നാണ് അവരോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഏറ്റവും പ്രതിഷേധാർഹമായ നിലപാടാണ് ഇസ്രയേൽ ഈ ഭാഗത്ത് സ്വീകരിക്കുന്നത്. ലോക പൊതുജനാഭിപ്രായം അംഗീകരിക്കാൻ തയ്യാറല്ല. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി പ്രമേയം മുഖേന പിൻവാങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും കൂടുതൽ കടുത്ത നടപടികളിലേക്കാണ് ഇസ്രയേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് പൊതുവെ പറയാനുള്ള കാര്യങ്ങൾ. അതിലിപ്പോൾ ഉണ്ടായ സംഭവം ADGPയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി ആ റിപ്പോർട്ട് DGP ഗവൺമെൻറ് നൽകുകയാണ്. ആ റിപ്പോർട്ട് നൽകുമ്പോൾ DGP ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, അവിടെ എത്താതിരുന്ന കാര്യം. അത് ഒരു പരിശോധനയുടെ ഭാഗമായിട്ടല്ല. അപ്പോൾ പരിശോധന നടക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടന്ന് എന്താണ് ഉണ്ടായ വീഴ്ച എന്ന് കൃത്യമായി കിട്ടണം. അതിനാണ് അദ്ദേഹത്തെ തന്നെ ചുമതലപ്പെടുത്തുന്നത്. DGPയെ തന്നെ. ADGP ആണ് ഈ പറയുന്ന ചുമതല നിർവഹിച്ച ആൾ എന്നുള്ളത് കൊണ്ട് ആ ചുമതലയിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനയിലൂടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ അല്ല, നേരത്തെയുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് അത് ഈ ദിവസങ്ങളിലേക്ക് ലഭിക്കേണ്ടതാണ്. ഏകദേശം ഒരു മാസത്തെ സമയമാണ് അതിന് അനുവദിച്ചിരുന്നത്. അതെ, നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇന്നൊക്കെയാണ്. അപ്പോൾ അത് കയ്യിൽ കിട്ടുന്ന മുറക്ക് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും വരും. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയും അതിന് റിപ്പോർട്ടും വരികയും ചെയ്യട്ടെ. അതാണ്. അല്ല, നിങ്ങളെ നിഷ്പക്ഷമായി നടക്കുമെന്നുള്ളതിനുള്ള ഉറപ്പാണല്ലോ ഇതൊക്കെ. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള ആശങ്കയുണ്ടാവും. അദ്ദേഹത്തിൻ്റെ മേലെയുള്ള DGP ആണല്ലോ അന്വേഷിക്കുക. അപ്പോൾ DGP തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുകയാണല്ലോ വേണ്ടത്. അപ്പോൾ DGP ഇപ്പോൾ ഒരു പരിശോധന കൂടാതെയാണ് റിപ്പോർട്ട് നൽകിയത്. അത് പരിശോധിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ബഹളാക്കിക്കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ലഭിച്ചാൽ അതിലൊരു റിപ്പോർട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ലഭിക്കുമെന്നാണ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മാറിയും പറയുന്നുണ്ട് ഈ ശനിയാഴ്ചയൊക്കെ അവരെ അവധി കൊടുത്തിട്ടുണ്ട്. അതെന്താ നിങ്ങൾ അങ്ങനെ അവധി കൊടുത്തതെന്നറിയില്ല. ഏതായാലും അത് ഞാൻ അവധി കൊടുത്തില്ല. ഞാൻ കൊടുത്ത അവധി 30 ദിവസമാണ്. അപ്പോൾ ആ റിപ്പോർട്ട് കൃത്യമായി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് കിട്ടുന്ന മുറക്ക് അതിൻ്റെ ഭാഗത്ത് തീരുമാനം ഉണ്ടാവും. ഇതിൻ്റെ ഭാഗമായി റിപ്പോർട്ട് വരട്ടെ.
ഇത് സംരക്ഷണത്തിൻ്റെ പ്രശ്നമല്ല. ഒരു ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് എന്തെങ്കിലും നടപടിയെടുക്ക് വിധേയനാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത്. ആ റിപ്പോർട്ട് ലഭിക്കട്ടെ. ഒരു റിസർവേഷൻ പോലെയാണ്. കാരണം രാഷ്ട്രീയ ബോധ്യത്തിൽ ADGP-RSSമായി കൂടിക്കാഴ്ച നടത്തി തെറ്റെന്ന് പോലും അങ്ങ് പറയുന്നില്ല. പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അത് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം എന്താണ് തീരുമാനമെടുക്കേണ്ടത് അന്നേരം ആലോചിക്കാമെന്നാണ്. ഒരു ആരോപണം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാളെ ഒഴിവാക്കുക എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നാണല്ലോ അതിലൂടെ വ്യക്തമാകുന്നത്. അത് ആരോപണം സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള അതിൻ്റേതായ നിയതമായ സമ്പ്രദായങ്ങൾ നമുക്കുണ്ട്. ആ സമ്പ്രദായം പ്രകാരം അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്ന് റിപ്പോർട്ടുകൾ വന്നാൽ ഫലപ്രദമായി നടപടികളിലേക്ക് കടക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞാൽ ഇത് ആർക്കും കേൾക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കിയല്ലോ ആ കാര്യത്തിൽ. നിങ്ങൾക്കത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞാൻ എൻ്റെ നിലപാട് ശരിയാണെന്നല്ലേ പറയുന്നത്. എൻ്റെ നിലപാട് ശരിയായിക്കൊണ്ട് തന്നെയല്ലേ പറയുന്നത്. അതിലെന്താ സംശയം നിങ്ങൾക്ക്? എൻ്റെ നിലപാട് ശരിയായി നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ നിലപാട് വ്യക്തമാക്കി. ആ നിലപാടെന്താ? ഞാൻ ഈ സ്വരത്തിലല്ലല്ലോ സംസാരിക്കേണ്ടത് സാധാരണ. നിങ്ങൾ അങ്ങനെ വല്ലാതെ പോകണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ വ്യക്തമാക്കിയത് ഈ കാര്യങ്ങൾ അന്വേഷിച്ച് ആ അന്വേഷണ റിപ്പോർട്ട് വരുന്ന മുറക്ക് എന്താണോ വേണ്ടത് അപ്പോൾ തീരുമാനിക്കാമെന്നാണ്. ആ തീരുമാനം എടുക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. ആ പറഞ്ഞതിൽ ഒരു മാറ്റവും ഇല്ല. അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അത് നിങ്ങൾക്കുള്ള അഭിപ്രായം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളിപ്പോൾ ഇവിടെ ആവർത്തിക്കുന്നല്ലേ ഉള്ളൂ. എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കിയല്ലോ. നിങ്ങളെല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ആ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ നിങ്ങളിപ്പോൾ ആവർത്തിക്കുന്നത്. അത് ഞാൻ പറയേണ്ടത് ആ റിപ്പോർട്ടിന് ശേഷമാണ്. അതും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ഞാനൊരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിയല്ലേ വരിക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലപാടിനനുസരിച്ചിട്ടുള്ള ഒരു നിലപാട് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് നിർബന്ധിക്കരുത്. അപ്പോൾ അതിൽ കാണേണ്ടത് പരിശോധന കഴിഞ്ഞ് ആ പരിശോധനയുടെ ഭാഗമായി വരുന്ന റിപ്പോർട്ട് എന്താണോ അതിൻ്റെ ഘട്ടത്തിലാണ് ഞാൻ എൻ്റെ നിലപാട് പറയേണ്ടത്. അല്ലാതെ ഞാൻ പറഞ്ഞു തീരട്ടെ. അല്ലാതെ അതിനു മുൻപ് ധൃതി പിടിച്ച് ആ നിലപാട് പറയലല്ല ഔചിത്യം. അതാണ് ഒരു പ്രധാന വിഷയമായിട്ട് പിന്നീട് ഇപ്പം നിങ്ങൾ പലരും ഉന്നയിച്ചൊരു കാര്യം. എൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഹിന്ദു ആവശ്യപ്പെടുന്നു എന്നുള്ളത് എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് പരിചയമുള്ളൊരു ചെറുപ്പക്കാരനാണ്. അത് നമ്മുടെ ആലപ്പുഴയിലെ ദേവകുമാറുടെ മകനാണ്. അദ്ദേഹം ഹിന്ദുവിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഹിന്ദുവിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല. അത് എനിക്കും താല്പര്യമുള്ള കാര്യമാണ്. ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സമയം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ സമയം വളരെ കുറവാണ്. കമ്മിറ്റി മീറ്റിംഗ് ഒക്കെയാണല്ലോ. അതിനിടക്കുള്ളൊരു സമയം ഞാൻ പറഞ്ഞു. അവർ വന്നപ്പോൾ ഇവർ രണ്ടുപേരാണ്. ഒന്ന് ഒരു ലേഖികയാണ്, നമ്മുടെ ഒറ്റപ്പാലത്തുകാരിയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ നിങ്ങളെ നേരത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല. നേരത്തെ അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാനത് ഓർക്കുന്നില്ല. ഏതായാലും അവരെ പരിചയപ്പെട്ടു. ഇൻ്റർവ്യൂ ആരംഭിച്ചു. ഇൻ്റർവ്യൂവിൽ പിന്നെ നിങ്ങൾ സാധാരണ സ്വഭാവം അനുസരിച്ച് ഒരുപാട് ചോദ്യം ചോദിക്കുമല്ലോ. ആ ചോദ്യങ്ങളെല്ലാം ഞാൻ മറുപടിയും പറഞ്ഞു. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു. അതിലൊരു ചോദ്യം അൻവറിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു.
ഞാൻ പറഞ്ഞു അത് ഞാൻ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞതാണ്, അത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല, നമുക്കിന്ന് അത്ര സമയവുമില്ല, അതുകൊണ്ട് അതിലേക്ക് ഞാനിപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് അവസാനം അവർ പറഞ്ഞു നല്ല വിഷമകരമായ ചോദ്യമൊക്കെ ഞാൻ ചോദിച്ചിരുന്നു, പക്ഷേ നിങ്ങളെല്ലാറ്റിനും നല്ല നിലക്കാണ് മറുപടി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് പിരിയുകയും ചെയ്തു. പക്ഷേ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ ആ പ്രസിദ്ധീകരിച്ചതിൽ ഞാൻ പറയാത്ത ഭാഗമുണ്ടായി. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാണല്ലോ. നിങ്ങൾക്ക് അറിയാലോ ഞാൻ എൻ്റെ നിലപാടുകൾ എന്താണെന്നുള്ളത്. ഈ ഒരു ജില്ലയെ, ഏതെങ്കിലും ഒരു ജില്ലയെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ പ്രത്യേകമായി കുറ്റപ്പെടുത്തി അങ്ങനെ സംസാരിക്കുന്ന ഒരു രീതി എൻ്റെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങൾക്കാർക്കെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതേവരെ? അങ്ങനെയൊരു നില എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഇവർക്ക് അതിൻ്റെ അത്തരത്തിലുള്ള ഒരു എൻ്റേതായിട്ട് എങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാനേ കഴിയാത്ത കാര്യമാണ്. അതിന് പിന്നെ അവരുടെ വിശദീകരണം വന്നിട്ടുണ്ട്. ഇതിൽ കാണേണ്ടത് ഞാനോ സർക്കാരോ ഒരു PR ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ചിലർ ചോദിക്കുന്നുണ്ട് എത്ര പൈസയാണ് കൊടുത്തത്. ഒരു പൈസയും ഈ PR ഏജൻസിക്ക് വേണ്ടി ഞാനോ സർക്കാരോ ചെലവഴിച്ചിട്ടുമില്ല. ഇത് ഈ ദേവകുമാറിൻ്റെ മകൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി ചെറുപ്പം മുതലേ ഞങ്ങളെ കൂടെ നിൽക്കുന്നൊരു ആളാണ്, കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണ്. പിന്നെ ദേവകുമാറും നമ്മളൊക്കെ ബന്ധം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി അയാളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആകാമെന്ന് സമ്മതിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു അയാളെ നയിച്ചിട്ടുണ്ടാകുക അത് ആ രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. മറ്റു കാര്യങ്ങൾ അവർ തമ്മിൽ തീരുമാനിക്കേണ്ടത് എനിക്കറിയില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞാൽ ആരെ ശബ്ദം കേൾക്കുക. മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞൊരു കാര്യമാണ്, അതുകൊണ്ട് അത് ഉൾപ്പെടുത്തണം എന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളത് ഹിന്ദു വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അങ്ങയുടെ അറിവില്ലാതെയാണോ അവർ അത് ആവശ്യപ്പെട്ടതെന്നുണ്ടെങ്കിൽ ഈ PR ഏജൻസി എന്ന് പറഞ്ഞ അങ്ങയുടെ അഭിമുഖത്തിന് സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നവർക്കെതിരെ നിയമ നടപടി കേസെടുക്കാൻ സർക്കാർ തയ്യാറാകും. അതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഈ പറയുന്ന തരത്തിൽ ഒരു സാധാരണഗതിയിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണല്ലോ മാന്യമായിട്ട് തന്നെ ഹിന്ദു അതിനകത്ത് ഖേദം രേഖപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായത്. വളരെ മാന്യമായ നിലയാണ് അവർ സ്വീകരിച്ചത്. ഏതെങ്കിലും ഒരു ഭാഗം കിട്ടിയാൽ ആ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞതായിട്ട് കൊടുക്കാൻ പാടുണ്ടോ? ഞാൻ പറയല്ലേ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ എഴുതുക മാത്രമല്ലല്ലോ, ഫോണിൽ റെക്കോർഡ് ചെയ്യില്ലേ. ആ ഫോൺ അവിടെ വെച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇതിനൊന്നും ഞാൻ ഉത്തരം പറയാതിരിക്കുന്നില്ല. ആകെ ഉത്തരം പറയാതിരുന്ന ഒരു കാര്യം മാത്രമേ അത് ഞാൻ പറഞ്ഞല്ലോ. ഈ അൻവറിൻ്റെ കാര്യം വന്നപ്പോൾ അത് ഉത്തരം പറയാൻ വിഷമിച്ചതുകൊണ്ടല്ല, ദീർഘമായിട്ട് പറയേണ്ടതാണ്. നേരത്തെ ഞാൻ ദീർഘമായി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിലുള്ള കാര്യങ്ങൾ എന്താണ് നടന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ അതേസമയം ഈ പറയുന്ന ഏതെങ്കിലും ഭാഗം അവരവരുടെ നിന്ന് വാങ്ങിയിട്ടുണ്ടോ, ഈ പറയുന്ന ചെറുപ്പക്കാരുടെ നിന്ന് വാങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. അവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഇവർ രണ്ടാളാണ് ആദ്യം വന്നത്, പിന്നെ ഒരാൾ കൂടി കടന്നു വരുന്നുണ്ട്. ഞാൻ അയാളെ കാണുന്നത് എങ്ങനെയാണ്? ഈ വന്ന ഹിന്ദുവിൻ്റെ മാധ്യമപ്രവർത്തകയുടെ കൂടെയുള്ള ആളെന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പിന്നെയാണ് പറയുന്നത് അത് ഏതോ ഒരു ഏജൻസിയുടെ ആളാണെന്ന്. എനിക്ക് അത്തരം ഒരു ഏജൻസി അറിയില്ല, ആ വന്നയാളെ എനിക്കറിയുന്നതല്ല. അവിടെ വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. ഞാൻ കേരള ഹൗസിൽ ഇരിക്കുന്ന സമയത്താണ് അത് നടക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഏജൻസിയുമായിട്ടും ഒരു ബന്ധവുമില്ല, ഒരു ഏജൻസിയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല, ഒരു ഏജൻസിക്കും ഇതിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തിട്ടുമില്ല. സെപ്റ്റംബർ 13 ഈ ഏജൻസി തന്നെ ഈ അങ്ങി പറഞ്ഞ കാര്യങ്ങളെ പറ്റി പത്രക്കുറിപ്പ് അവിടുത്തെ മാധ്യമങ്ങൾക്ക് നൽകുന്നത് എങ്ങനെയാണ്? അപ്പോൾ അവരെങ്ങനെയാണ് ആ ഒരു പത്രക്കുറിപ്പ് ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ടും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടികൂടി സർക്കാരിന്റെ നടപടികൾ വിശദീകരിക്കുന്ന ഒരു വാർത്താക്കുറിപ്പ് സെപ്റ്റംബർ 13 തന്നെ അവിടെ മാധ്യമങ്ങൾക്ക് ഈ ഗെയ്സൺ എന്ന് പറഞ്ഞ ഏജൻസി നൽകിയിട്ടുണ്ട്. അതപ്പോൾ ആരാണ് അവരെ ചുമതലപ്പെടുത്തിയിരുന്നെങ്കിൽ? ഞങ്ങളൊരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു ഏജൻസിയെയും ചുമതലപ്പെടുത്തിയിട്ടില്ല.
അത്തരം ഒരു ഏജൻസിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള പോരിന് എന്നെ ഇടയാക്കരുത്. നിങ്ങൾ ആ വഴി സ്വീകരിക്കരുത്. ഹിന്ദുവിനെ പറ്റി ഞാൻ പറഞ്ഞു, ഹിന്ദു മാന്യമായ നിലപാടാണ് സ്വീകരിച്ചത്. നിങ്ങളാണെങ്കിൽ സ്വീകരിക്കില്ല. ആ മാന്യമായ നിലപാടെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ, മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്ന് തന്നെ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഗൾഫിലുള്ള പലരും പല ഏജൻസികളും എൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ എടുക്കാറുണ്ട്. പല ഘട്ടങ്ങളിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അല്ല, വർഷങ്ങൾക്ക് മുൻപേ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപേ എടുക്കാറുണ്ട്. അത് ഗൾഫിലുള്ള പല മാധ്യമങ്ങളും അവിടെയുള്ള മലയാളികളുടെ സാന്നിധ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ പലതും അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. എന്താണെന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ അതിൻ്റെ കാര്യങ്ങൾ. അതിന് അവരും മാന്യമായ നിലപാടെടുത്തല്ലോ. ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ നിങ്ങളെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്രമാത്രം ഡാമേജ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണല്ലോ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ മോഹത്തോടു കൂടി തന്നെ നിങ്ങൾ നിൽക്കുന്നതേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് മാത്രം ഡാമേജായി പോകുന്ന ഒരു വ്യക്തിത്വമല്ല എനിക്കുള്ളത് എന്നത് ആവർത്തിച്ച് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കൂടി ശബ്ദിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഏത്? അതെ, അതിനാണ് ഞങ്ങൾ വ്യക്തമാക്കുന്നത്. അത്തരമെന്നല്ല, ഒരു PR ഏജൻസിയും ഞങ്ങൾക്ക് ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളുടെ ഭാഗമായിട്ടൊരു PR ഏജൻസിയും പ്രവർത്തിക്കുന്നില്ല. മൂന്നാമതൊരാൾ CM-ന്റെ റൂമിലേക്ക് കടന്നു വന്നു പറയുന്നു. അത് സാധ്യമാണ്? ഒരു മുഖ്യമന്ത്രിയുമായിട്ട് ഒരു മാധ്യമം സംസാരിക്കുമ്പോൾ പുറത്തു ഒരാൾ എങ്ങനെയാണ് അകത്ത് കടക്കാൻ കഴിയുക? CM അതിന് അനുവദിക്കാറുണ്ടോ? ഒരു മാധ്യമ പ്രവർത്തകയുടെ ഭാഗമായിട്ട് വരുന്ന ആളുകൾ, 1, 2, 3 ആളുകൾ ഉണ്ടാകുന്നത് വളരെ അസാധാരണമായൊരു കാര്യമല്ല. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. അത്രയേ അവിടെ നടന്നിട്ടുള്ളൂ. ദേവകുമാറിന്റെ മകൻ ഒരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി വിഭാഗത്തിന്റെ റിലയൻസിന്റെ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ വ്യക്തിപരമായി അറിയുന്ന ആളായിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളും ഒരു കേസ് എന്ന് പറഞ്ഞ ഒരു PR സ്ഥാപനത്തിന്റെ ഹെഡാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി വരുന്ന ഒരു ഇന്റർവ്യൂ തരപ്പെടുത്തി കൊടുക്കുന്നതാണ് ഇതൊരു വിശദീകരണം. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യം അതാണല്ലോ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റുക. എനിക്കറിയാവുന്ന കാര്യം, ഈ ഹിന്ദുവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് അവർക്ക് താല്പര്യമുണ്ട്, നിങ്ങളൊരു സമയം കൊടുക്കൂ എന്നുള്ളത് ഈ പറയുന്ന ദേവകുമാറിൻ്റെ മകൻ ചോദിച്ചു എന്നുള്ളത് ശരിയാണ്. അതിന് സമയം കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അങ്ങനെയാണ് അവർ വരുന്നത്. അതാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു PR ഏജൻസിയും ബന്ധപ്പെട്ടിട്ടില്ല. ഒരു PR ഏജൻസിയും ഞങ്ങളുടെ ചുമതലയിലില്ല. ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുമില്ല. നിങ്ങൾ പറഞ്ഞല്ലോ പൈസ കൊടുത്തത് എത്രയാണ്. ഒരു പൈസയും ഞങ്ങൾ
ഒരു ഏജൻസിക്കും കൊടുത്തിട്ടുമില്ല. ആകെ ബന്ധപ്പെട്ടത് ഈ പറഞ്ഞ നമ്മുടെ ദേവകുമാറിൻ്റെ മകനാണ്. അയാൾ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് സമ്മതിച്ചിട്ടുള്ളത് ശരിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻ്റർവ്യൂ നടന്നത്. അപ്പോൾ ഇനി ഇത്രയും വിവാദങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് പ്രത്യേകിച്ചും ഹിന്ദു പറയുന്ന വിശദീകരണവും അന്ന് പറയുന്ന വിശദീകരണവും രണ്ട് കാര്യങ്ങളാണ്. അദ്ദേഹം എന്തെങ്കിലും വിശദീകരണം തരാൻ തയ്യാറായിട്ടുണ്ടോ? അങ്ങ് ചോദിക്കുമോ? എന്നെ ഇതുവരെ അദ്ദേഹം ബന്ധപ്പെട്ടിട്ടില്ല. സാധാരണ ഇന്റർവ്യൂ നടത്തുമ്പോൾ നമുക്കറിയാം വളരെ സീരിയസ് ആയി സുരക്ഷാ പ്രശ്നമൊക്കെ. അപ്പം ഒരു ലേഖിക വരുമ്പോൾ സുബ്രഹ്മണ്യൻ മറ്റൊരാളൊക്കെ അന്ന് അറിയാതെ കയറി ഇരിക്കുക, അരമണിക്കൂർ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അത് വിശ്വസനീയമായ കാര്യമാണ്. അന്ന് അനുവദിക്കാറുണ്ടോ? കലാപത്തിന് സാധ്യതയില്ല രീതിയിലുള്ള ഒരു പരാമർശമാണല്ലോ സ്വാഭാവിക ഈ പത്രത്തിൽ വന്നത്. അങ്ങനെയെങ്കിൽ ഈ സുബ്രഹ്മണ്യത്തിനെതിരെ ഒരു നടപടി വേണ്ട CM-എ. ആരോ CM-നെ കുഴിയിൽ ചാടിക്കാനുള്ള ഒരു ശ്രമം, സർക്കാരിന്റെ നീക്കങ്ങളെ തടയാനുള്ള ഒരു ശ്രമം, അതിലേക്ക് ബോധപൂർവ്വം CM പറയാത്ത മലപ്പുറം എന്ന വാക്ക് വരുന്നു. വേറെ എന്തോ ഉദ്ദേശം അതിന്റെ പിറകിലുണ്ടോ CM-എ? അത് തമാശയായിട്ട് വിട്ടാൽ മതി. അതൊരു അന്വേഷണമാണ്. ഏതായാലും നിങ്ങൾ ഞാൻ പറയാത്തതാണ് എന്ന് പറഞ്ഞ് അംഗീകരിച്ചതിന് നന്ദി. അത് ഇപ്പോഴെങ്കിലും പറഞ്ഞതിന് നന്ദി. ശരി. ഇതില് ഏത് തൃശ്ശൂർ പൂരം കലക്കാൻ വേണ്ടി ശ്രമം നടക്കുന്ന ശ്രമം ഉണ്ടായിരുന്നു അങ്ങ് പറഞ്ഞു. അതിനകത്ത് ഉയരുന്ന ഒരു ആരോപണം സംഘപരിവാറിന്റെ ഇടപെടലാണ്. അത്തരത്തിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങയുടെ? ഇതിനകത്ത് ശരിയല്ലാത്ത രീതിയിലുള്ള ചില ഇടപെടലുകൾ, ശ്രമങ്ങൾ ഉണ്ടായി എന്ന് സൂചനകളുണ്ട്. അതിൽ സംഘപരിവാറിനെ പറ്റിയും ചില ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ച് വരട്ടെ. ഈ അന്വേഷണ ഘട്ടത്തിൽ മറ്റു കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഔചിത്യമാണെന്ന് തോന്നുന്നില്ല. ഏതായാലും ഈ റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. അങ്ങയുടെ കുടുംബത്തിന് വേണ്ടിയാണ് അങ്ങ് ചില കാര്യങ്ങൾ അജിത് കുമാറിന് വിട്ടുവീഴ്ച ചെയ്യുന്നുള്ള അൻവർ ആരോപിക്കുന്നു. മാത്രമല്ല മരുമകന് വേണ്ടിയാണെന്നുള്ള ആരോപണങ്ങൾ വരുത്തി. ഇത് എന്താണ്? എന്താ ഞാൻ പറയുക? അതിന് എന്താ പറയേണ്ടത്? അല്ല, നിങ്ങൾ പറ, ഞാൻ എന്താ പറയേണ്ടത്? അല്ല, അതല്ല, അൻവർ എന്ന് പറയുന്നത് ഈ തുടങ്ങുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലായല്ലോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ലതുപോലെ. എനിക്കും നേരത്തെ തന്നെ മനസ്സിലായില്ല. അല്ല, തുടങ്ങുമ്പോൾ തന്നെ നമുക്കും അതിനെപ്പറ്റിയൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ ധാരണയല്ലല്ലോ പ്രകടിപ്പിച്ചത്. അദ്ദേഹം ഒരു MLA ആണ്. MLA എന്ന നിലയ്ക്ക് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ ഗൗരവത്തിലെടുക്കുകയാണല്ലോ ചെയ്തത്. അതിലൊരു ഗൗരവക്കുറവും കാണിച്ചില്ലല്ലോ. അതിൻ്റെ ഭാഗമായി അന്വേഷണത്തിന് സംവിധാനങ്ങൾ ഒരുക്കി. അന്വേഷണം ഫലപ്രദമായി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാ മെല്ലെ മെല്ലെ മാറി മാറി വരുന്നു. ആ മാറ്റം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണല്ലോ. അത് നേരെ എവിടെയെത്തി? CPM പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും LDFിൽ നിന്നും വിടുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് എത്തി ഒരു ഘട്ടം. പിന്നെ ഏതെല്ലാം തരത്തിൽ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ശ്രമം നടന്നു. അതിൽ കേരളത്തിൽ എല്ലാ കാലത്തും ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടാൻ താല്പര്യമുള്ളവർ ചിലപ്പോൾ അത് സമ്മതിക്കില്ല, പരസ്യമായി സമ്മതിക്കില്ല. പക്ഷേ അവരെല്ലാവരും ഉൾക്കൊള്ളുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും ശക്തമായി വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കൂട്ടർ ഞങ്ങളാണ് എന്നുള്ളത്. അത് CPIM ആയാലും LDF ആയാലും LDF സർക്കാരായാലും എല്ലാം ആ നില തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത്.
ഇതിൽ ഏറ്റവും അധികം അമർഷമുള്ളവർ വർഗീയ ശക്തികളാണ്. അതിൽ ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയുണ്ട്, വേറൊരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയുണ്ട്. ഈ വർഗീയ ശക്തികൾ സ്വാഭാവികമായും ഇതിന് ഞങ്ങൾക്കെതിരെ എന്തെല്ലാം തരത്തിൽ കാര്യങ്ങൾ നീക്കാൻ പറ്റും എന്ന് എല്ലാ ഘട്ടത്തിലും ആലോചിക്കാറുണ്ട്. അതിൽ ചിലർ ഞങ്ങളെ കൂടെ ആളുകൾ അണിനിരക്കുന്നതിന് വല്ലാതെ അസഹിഷ്ണുത കാണിക്കാറുണ്ട്. കാരണം അതിനോട് അവർക്ക് പൊരുത്തപ്പെടാനാവുന്നില്ല. എങ്ങനെയെങ്കിലും ഇത്തരം വിഭാഗങ്ങളെ ഞങ്ങളോടൊപ്പം അണിനിരക്കുന്നവരെ തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ പിന്തിരിപ്പിച്ച് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി പലതരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്താറുണ്ട്. അതിലൊന്ന് ഞങ്ങളെ ഒരു വർഗീയതയുടെ ഭാഗമായി ചിത്രീകരിക്കുക എന്നുള്ളതാണ്. ഇത് രണ്ട് വർഗീയതയും ചെയ്യാറുണ്ട്. നിങ്ങൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. രണ്ടു കൂട്ടരും ചെയ്യും. ഞങ്ങൾ മറ്റേ വർഗീയതയുടെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വർഗീയതയും ഈ ആരോപണം ഉന്നയിക്കും. ഇതിൽ ചിലർ ആ ശ്രമത്തിൻ്റെ ഭാഗമായി നടത്തുന്ന കളിയുടെ കൂടെ അൻവറും ചേർന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തുള്ള ഒട്ടേറെ പ്രസ്താവനകൾ കാണിക്കുന്നത്. ഞങ്ങൾക്കതിൽ ആശ്ചര്യമൊന്നുമില്ല, സ്വാഭാവികമായൊരു പരിണാമമാണത്. ഇനിയിപ്പം പുതിയ പാർട്ടി രൂപീകരിച്ച് കാര്യങ്ങൾ നീക്കാനാണെങ്കിൽ അതും നോക്കട്ടെ, അതിൻ്റെ ഭാഗമായി അതിനെയും നേരിട്ട് പോവുക എന്നുള്ളതാണ്. ഇവിടെ കാണേണ്ടത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് CPIM-ഉം LDF-ഉം LDF സർക്കാരുമാണ്. സ്വാഭാവികമാണ്, ഇതിൻ്റെ എല്ലാം പ്രതീകമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കെതിരെ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു എന്ന് വരും. അത് ഒരുപാട് കാലമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആക്ഷേപങ്ങളെല്ലാം ഉള്ളപ്പോഴും ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ ഇവിടെ. അത് നമുക്ക് ആ നിരക്കേ കാണാനുള്ളൂ. ഞാനതിൽ എന്തെങ്കിലും പ്രകോപിതമായി മറുപടി പറയാൻ ഇപ്പോൾ നിൽക്കുന്നില്ല. അങ്ങയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഒരു പരാതി അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു. അതായത് ഈ രണ്ട് വലിയ വലിയ ആളുകൾ തമ്മിലുള്ള തർക്കത്തിൽ മധ്യസ്ഥനായി ഇടപെട്ട് പണം കൈപ്പറ്റുന്നു, മറ്റേ ഓഫീസിൽ വരുന്ന സ്ത്രീകളോട് പരിധി വിട്ട് പെരുമാറുന്നു. ഈ രണ്ടും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പുറത്തുവിട്ട ഈ പരാതിയിലുണ്ട്. അത് ഗോവിന്ദമാഷ് കൊടുത്ത പരാതിയാണെന്നാണ് അതിനകത്ത് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ അത് അങ്ങ് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? അതിനോട് എന്താണ് അങ്ങയുടെ പ്രതികരണം? അതൊക്കെ അൻവറിൻ്റെ ശീലത്തിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നതായിരിക്കുന്നു. അതൊന്നും ഞങ്ങളെ ഓഫീസിലുള്ള ആൾക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല. അൻവറിൻ്റെ ശീലത്തിൽ പലതും ഉണ്ടാകുമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഡീലിങ്സിൽ പലതരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടാകുമായിരിക്കും. അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കൂട്ടുകെട്ടുകളോ ഒക്കെ ഉണ്ടാകാം. ഞങ്ങളെ ഓഫീസിലാരും ഈ ബിസിനസ്സുകാർ തമ്മിലുള്ള ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവരല്ല. പിന്നെ എല്ലാവരുടെയും മറ്റു തരത്തിൽ സഞ്ചരിച്ച് എല്ലാറ്റിലേക്കൊന്നും ഞാനിപ്പോൾ പോകണ്ടല്ലോ. അതൊന്നും ആന്നൊരു നല്ല മാർഗ്ഗമല്ല, എന്നാണ് ഞാൻ പറയുന്നത്. അതൊന്നും ഒരു നല്ല മാർഗ്ഗമല്ല. ആ നല്ല മാർഗമല്ലാത്ത വഴി അൻവർ സ്വീകരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അതിനോട് പ്രതികരിക്കാൻ ഇപ്പം ഞാൻ നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവജ്ഞയോടെ ആ അധിക്ഷേപങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. ഒരു തരത്തിലുള്ള സംശയത്തിൻ്റെ നിഴലിലുമല്ല എൻ്റെ ഓഫീസിലിരിക്കുന്നവർ നിൽക്കുന്നത്. ശരി, ബാക്കി നമുക്ക് പിന്നീടാകാം. നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വളരെ ശബ്ദമെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് വളരെ ഗൗരവമുള്ള വിഷയമാണല്ലോ. CM അത് ചിരിക്കുക മാത്രമാണ് ചെയ്ത മറുപടിയിൽ. അതിൽ എന്തെങ്കിലും അന്വേഷണം ഉണ്ടാവോ? ഈ സുബ്രഹ്മണ്യനെതിരെ നടപടി എടുക്കുമോ? അവിടെ വർഗീയ കലാപം ഉൾപ്പെടെ നീങ്ങുന്ന രീതിയിലേക്കാണ് വൈകാരിക പ്രതികരണം വന്നിരിക്കുന്നത്. ചെറിയ കാര്യമല്ലല്ലോ CM അത്. അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ വ്യക്തമാക്കി കഴിഞ്ഞ കാര്യങ്ങൾ പിന്നെയും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ശരി. നിങ്ങൾക്ക് മറുപടിയല്ല വേണ്ടത്. നിങ്ങൾ വെറുതെ ബഹളം വെക്കാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ.
അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള കളിയാണ് നിങ്ങൾ കളിക്കുന്നത്. അത് മനസ്സിൽ വെച്ചാൽ മതി. ആ കളി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ കളി അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരാൾ മാത്രമാണ് ഇങ്ങനെ നിലപാടെടുക്കുന്നത്. നിങ്ങൾ കാണണം, ഇത്ര ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ആ ഇരിക്കുന്ന ആളുകളിൽ ഒരാൾ മാത്രം എന്താണ് ഇങ്ങനെ വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ? ഇതാ ഇവിടെ എന്തോ ചോദിക്കാൻ നിൽക്കുന്നു. ചോദിക്ക്. അത് പിന്നെ കേസുകൾ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസ് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല, അതൊരു വസ്തുതയല്ല. നമുക്ക് ജില്ലാടിസ്ഥാനത്തിലെടുത്താലും ജനസംഖ്യാടിസ്ഥാനത്തിലെടുത്താലും അത് വസ്തുതയല്ല എന്ന് കാണാൻ കഴിയും. ഇപ്പം ഞാനതിൻ്റെ കണക്കുകളിലേക്ക് പോകുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ ഈ പത്രസമ്മേളനം അവസാനിപ്പിക്കാൻ പോകുന്ന സമയമായതുകൊണ്ടാണ് അതിൻ്റെ കണക്കിലേക്ക് പോകുന്നത്. പിന്നീട് ഘട്ടത്തിൽ നമുക്കെടുക്കാതെ അല്ല, ഞാൻ പറയട്ടെ പിന്നീട് ഘട്ടത്തിൽ വേണമെങ്കിൽ നമുക്കത് എടുക്കാം. പക്ഷേ ഇപ്പോൾ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അവിടെ ആ ജില്ലയെക്കാളും കൂടുതൽ കേസുകളുള്ള ജില്ലകൾ കാണാൻ പറ്റും. ജനസംഖ്യാടിസ്ഥാനത്തിലെടുത്താലും കൂടുതൽ കേസുകളുള്ള സ്ഥലം കാണാൻ പറ്റും. അപ്പോൾ ഒരു തരത്തിലും കേസ് അവിടെയാണ് കൂടുതലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഓരോ കേസിൻ്റെയും സാഹചര്യം വേറെയായിരിക്കും, അതെന്താണെന്നുള്ളത് പരിശോധിച്ചേ പറയാൻ പറ്റും. ഏതായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ്.